റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ 100% നികുതി ഏർപ്പെടുത്തുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ മറുപടിയായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യയെ ഭരിക്കാനോ ഇന്ത്യയുടെ മേൽ അധികാരം സ്ഥാപിക്കാനോ നിലവിൽ നരേന്ദ്രമോദിയോളം വരുന്ന നേതാവ് മറ്റാരുമില്ല. രാജ്യത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ട്രംപിനെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. രാജ്യത്തിന് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുണ്ടെന്നും പുരി പറഞ്ഞു. ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപിന്റെ പുതിയ ഭീഷണിയിൽ സമ്മർദ്ദമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഉപരോധ ഭീഷണിയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ഇന്ധന വ്യവസായത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചും ഫസ്റ്റ് പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രി. പ്രതിദിനം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ 10% റഷ്യയാണ് നൽകുന്നത്. റഷ്യയെ മാറ്റി നിർത്തുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും. വില കുതിച്ചുയരും. കൂടുതൽ ആളുകൾ ഒപെക് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയാൽ വില ബാരലിന് കുറഞ്ഞത് $130 മുതൽ $140 വരെ ഉയരുമെന്ന് ഞങ്ങൾ വിലയിരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി സാധ്യതകൾ വൈവിധ്യവൽക്കരിക്കുകയും വെല്ലുവിളികളെ അതിജീവിക്കുകയും ചെയ്തു. ഓരോ പ്രതിസന്ധികളും ഞങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകി. മുൻപ് 4 രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നതെങ്കിൽ ഇന്നത് 27 രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള വിശാലമായ സാധ്യതയായി. പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധത ഇന്ത്യക്കാരോടാണ്. കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയുടെ 16% വളർച്ചയും ഇന്ത്യയിൽ നിന്നാണ്. അടുത്ത 2 പതിറ്റാണ്ടിനുള്ളിൽ ആഗോള ഊർജ്ജ വിപണി വളർച്ചയുടെ 25% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി പറഞ്ഞിട്ടുണ്ടെന്നും പുരി ഓർമ്മിപ്പിച്ചു. ചിലർക്ക് ശൈത്യകാലത്ത് ഹീറ്റിംഗ് ലഭിക്കില്ല, ചിലർക്ക് വേനൽക്കാലത്ത് എയർ കണ്ടീഷൻ ലഭിക്കില്ല. അതിനാൽ ഉപഭോഗത്തിന് 10% കുറവ് വരുത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കും. 10% ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ഉപഭോഗം കുറയ്ക്കാത്തതിനാൽ ബാക്കിയുള്ള 90%-ൽ നിന്ന് കൂടുതൽ വാങ്ങാൻ തുടങ്ങുമെന്നും പുരി വിശദീകരിച്ചു. ക്രൂഡ് ഓയിലിന്റെ 2 പ്രധാന വിതരണക്കാരായ ഇറാനും വെനസ്വേലയും ഉപരോധം നേരിടുകയാണ്. ആ ഉപരോധങ്ങൾ എന്നേക്കും നിലനിൽക്കുമോ? ബ്രസീൽ, കാനഡ, ഗയാന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ വിപണിയിലേക്ക് വരുന്നുണ്ട്. ഒട്ടും ആശങ്കയില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളത് കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമുഖത കാണിക്കുന്നതിനെ തുടർന്നാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ. 2022 ഫെബ്രുവരി മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യൻ റിഫൈനറികൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടുകയായിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുമ്പ് 1%-ൽ താഴെയായിരുന്ന എണ്ണ ഇറക്കുമതിയുടെ 1/3 ഇപ്പോൾ റഷ്യയിൽ നിന്നാണ്. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് 50 ദിവസത്തെ സമയം നൽകുമെന്നും അതിനുശേഷം കൂടുതൽ നികുതി ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം റഷ്യയുമായി വ്യാപാരം തുടരുന്നതിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി നാറ്റോയും രംഗത്ത് വന്നിരുന്നു. റഷ്യയുമായി വ്യാപാരം തുടർന്നാൽ കനത്ത ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ മുന്നറിയിപ്പ് നൽകിയത്. ബ്രസീൽ, ചൈന, ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കടുത്ത തീരുവ ചുമത്തുമെന്നും നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മാർക്ക് റുട്ടെയുടെ പ്രസ്താവന. സമാധാന ചർച്ചകളിൽ ഗൗരവമായി പങ്കുചേരാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കണമെന്ന് ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോട് മാർക്ക് റുട്ടെ അഭ്യർത്ഥിച്ചു. നിങ്ങൾ ചൈനയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ബ്രസീൽ പ്രസിഡന്റോ ആണെങ്കിൽ റഷ്യയുമായി വ്യാപാരം തുടരുകയും അവരുടെ എണ്ണയും വാതകവും വാങ്ങുകയും ചെയ്താൽ മോസ്കോയിലെ ആൾ സമാധാന ചർച്ചകളെ ഗൗരവമായി എടുത്തില്ലെങ്കിൽ ഞാൻ 100% ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും കാരണം നിങ്ങളെ ഇത് ഗൗരവമായി ബാധിക്കും. അതിനാൽ ദയവായി വ്ളാഡിമിർ പുടിനോട് സംസാരിച്ച് സമാധാന ചർച്ചകൾ നടത്തുക. അല്ലെങ്കിൽ ബ്രസീലും ഇന്ത്യയും ചൈനയും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് മാർക്ക് റുട്ടെ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.